പ്രതി എന്ന് പറയുന്ന ആ കുട്ടിയുടെ വീട്ടിൽ നിന്നാണ് അഞ്ചക്ക് എടുത്തിരിക്കുന്നത്. ആ കുട്ടിയുടെ അച്ഛൻ, അതായത് കൊട്ടേഷൻ സംഘമാണ്, ഇതിന് ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പ് ഉണ്ടാക്കി ഇതിൻ്റെ ചർച്ചകൾ ഡിസ്കഷനൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതെങ്ങനെയൊക്കെയാണ് പല ആയുധങ്ങളും ഉപയോഗിക്കുന്നതിനെ കുറിച്ച് ഇവർ സെർച്ച് ചെയ്തിട്ടുണ്ട്. കേരളം. നമസ്കാരം. കേരളത്തിൻ്റെ മനസാക്ഷിയെ പിടിച്ചുലച്ച ഒരു സംഭവമായിരുന്നു ഷഹബാസിൻ്റെ മരണം. സ്കൂൾ കുട്ടികളിലുണ്ടാകുന്ന കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഓരോ ദിവസവും ഈ കുട്ടികളിലുണ്ടാകുന്ന ലഹരി ഉപയോഗവും മറ്റും ഇതിന് കാരണമാകാറുണ്ട് എന്നുള്ള കുറേ നാളുകൊണ്ടുള്ള ഒരു ന്യൂസ് വരാറുണ്ട്. അതിനനുസരിച്ചാണ് കാര്യങ്ങൾ ഇപ്പോൾ പോകുന്നത്. ഇപ്പം ചില രാഷ്ട്രീയ പാർട്ടികളൊക്കെ തന്നെ ലഹരി വിരുദ്ധ ക്യാമ്പയിനുകളൊക്കെ ആയിട്ട് മുന്നോട്ടിറങ്ങിയിട്ടുണ്ട്. എന്തായാലും ശരി, അതൊക്കെ നല്ല കാര്യം തന്നെ. ഒരു കുട്ടിയെ നഷ്ടപ്പെട്ട പിതാവിൻ്റെ കുടുംബത്തിൻ്റെ വേദന നമുക്കൊരിക്കലും പറഞ്ഞറിയിക്കുവാൻ പറ്റുന്നതല്ല. ഷഹബാസിൻ്റെ പിതാവ് മീഡിയയിൽ കാണുമ്പോൾ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. കുഴപ്പമൊന്നുമില്ല, പഠിക്കാൻ ലേശം ഒരു ഉഷാറുള്ള കുട്ടിയാണ്, ഇങ്ങനൊരു വിഷയം എല്ലാവരും ഇവിടുന്ന് കരഞ്ഞുകൊണ്ടാണ് പോയത്. പക്ഷെ അതുകൊണ്ട് ഇത് സംഭവം എവിടെ വെച്ച് അവസാനിക്കണം. ഈ സംഭവം നടന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഷഹബാസിൻ്റെ പിതാവ് ഒരു കാര്യം പറഞ്ഞിരുന്നു. അതിപ്പോൾ ഏറെക്കുറെ സത്യമായി. കാര്യം മറ്റൊന്നുമല്ല, കുട്ടികളല്ലാതെ ഇതിൻ്റെ പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ട് എന്നുള്ള ബലപ്പെടുന്ന ഒരു സംശയം അദ്ദേഹം പല പ്രാവശ്യം പറഞ്ഞിരുന്നു. പക്ഷേ പോലീസ് അതൊരു മുഖവിലയ്ക്ക് എടുത്തുകൊണ്ടാണോ എന്നറിയത്തില്ല, ഇന്ന് എല്ലാ പ്രതികളുടെയും വീടുകളിൽ ഒരേ സമയം റെയ്ഡ് നടത്തുകയും അവിടെ നിന്നും നഞ്ചക്ക് ഉപയോഗിച്ചാണ്. ഈ നഞ്ചക്ക് എന്ന് പറയുന്ന സാധനം, അതായത് ഈ പണ്ട് ഈ രാജാക്കന്മാരുടെയൊക്കെ കാലഘട്ടങ്ങളിൽ നടന്നിരുന്ന യുദ്ധങ്ങളിൽ പ്രതിരോധം തീർത്തിരുന്ന ഒരു ഉപകരണമായിരുന്നു ഈ നഞ്ചക്കെന്ന് പറയുന്നത്. അപ്പോൾ അത് ഉപയോഗിച്ച് തലയോട്ടിയിലുണ്ടായ ഇടി, ആ ആഘാതമാണ് ഷഹബാസിൻ്റെ ജീവനെടുത്തത്. ഷഹബാസ് വീട്ടിൽ ചെന്നതിന് ശേഷവും ഉമ്മയോട് പറഞ്ഞത് എൻ്റെ തല വലുതാകുന്നു എന്നാണ്. ആ കുട്ടി എത്ര വേദന അനുഭവിച്ചു എന്നുള്ള ഒരു കുറച്ച് സമയമെങ്കിലും അത് നല്ല വേദന അനുഭവിച്ചിട്ടാണ് അൺകോൺഷ്യസ് ആകുന്നത്. എന്തായാലും ശരി, ഇതുപോലുള്ള കാര്യങ്ങൾ ആവർത്തിക്കരുത്. ആ കുട്ടിയെ നഷ്ടപ്പെട്ട ഒരു പിതാവ് പോലും പറയുന്നത് ഇന്ന് ഇവിടുത്തെ നമ്മളുടെ കേരളത്തിലെ സാഹചര്യങ്ങൾ, എല്ലാവരും വളരെ ദുരിതത്തിലൊക്കെ കഴിയുന്ന ഒരു വിഭാഗം തൊഴിലാളികളുടെ മക്കൾ, അവരെത്ര കഷ്ടപ്പെട്ടാണ് മക്കളെ പഠിപ്പിക്കുന്നത്. അന്നന്ന് കിട്ടുന്ന വയക്ക് തികയാതെ ഉള്ള ഒരു കാര്യങ്ങളിലൊക്കെയാണ് പോകുന്നത്. അതിൻ്റെ കൂടെ ഇങ്ങനെയുള്ള ദുഃഖം കൂടി ആ കുടുംബങ്ങൾക്ക് ഒന്നും താങ്ങാൻ പറ്റില്ല. ഷഹബാസിൻ്റെ പിതാവ് സമൂഹത്തിന് വേണ്ടി ഇനി ഇത് ആവർത്തിക്കരുതെന്നുള്ളൊരു ശക്തമായ കാര്യമാണ് ഇപ്പോൾ പറയുന്നത്. ഇതിവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളും അല്ലെങ്കിൽ ഭരണകർത്താക്കളും മുഖവിലയ്ക്ക് എടുക്കുകയാണെങ്കിൽ ഒരു പരിധിവരെയെങ്കിലും ഇതുപോലെയുള്ള കാര്യങ്ങളിലൊക്കെ കുറച്ചെങ്കിലും നിയന്ത്രിക്കാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. ഇത് അവർ സ്വാധീനിച്ച് അവരെ മക്കൾ അവർ രക്ഷിച്ചു കൊണ്ടുപോകും. വീണ്ടും ഈ ഒരു സ്റ്റേജിലേക്ക് തന്നെയാണ് എത്താൻ കാണുന്നത്. ഇതിനകത്ത് പ്രധാനപ്പെട്ട ഈ നഞ്ചക്കെടുത്ത പ്രതിയുടെ വീട്, പ്രധാന പ്രതി എന്ന് പറയുന്ന ആ കുട്ടിയുടെ വീട്ടിൽ നിന്നാണ് നഞ്ചക്ക് എടുത്തിരിക്കുന്നത്. ആ കുട്ടിയുടെ അച്ഛൻ, അതായത് കൊട്ടേഷൻ സംഘമാണ്, ഇതിന് ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പ് ഉണ്ടാക്കി ഇതിൻ്റെ ചർച്ചകൾ ഡിസ്കഷനൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതെങ്ങനെയൊക്കെയാണ് പല ആയുധങ്ങളും ഉപയോഗിക്കുന്നതിനെ കുറിച്ച് ഇവർ സെർച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഈ പിതാവിൽ നിന്ന് ഈ കൊട്ടേഷൻ TP വധക്കേസിലെ പ്രതിയോടൊപ്പം നിൽക്കുന്ന ഫോട്ടോ, ഇതൊക്കെയാണ് ആ രക്ഷകർത്താവിൻ്റെ പ്രൊഫൈൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് പിന്നിൽ ബാഹ്യമായ ഇടപെടലുകൾ രക്ഷകർത്താക്കളുടെ ഭാഗത്തു നിന്നും പോലും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ വെളിവാകുന്ന കാര്യങ്ങൾ. എന്തായാലും ശരി, ഇതൊരു മക്കളുള്ള രക്ഷിതാക്കൾ ഇങ്ങനെ കുട്ടികളെ ഈ അഴിഞ്ഞാടി വിടുന്ന രീതിയിൽ ഡിജിറ്റൽ യുഗത്തിൽ എപ്പോഴും മൊബൈലും മറ്റു കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് ഈ കുട്ടികളുടെ ഭാവി തന്നെ തകരുന്ന രീതിയിലേക്കാണ് പോകുന്നത്. ഇതിന് സിനിമയുടെ ചില കാര്യങ്ങളുമൊക്കെ ഇതിനകത്തിൽ വരുന്നു. സിനിമ സീരിയലിൻ്റെയൊക്കെ ഉള്ള പ്രതികാരം തീർക്കുന്ന, റിവഞ്ച് തീർക്കുന്ന കാര്യങ്ങളും ഈ കുട്ടികളുടെ മനസ്സിലുണ്ട് എന്നുള്ള ഒരു ആരോപണമുണ്ട്. അത് ഒരു കണക്കിന് സത്യം തന്നെയാണ്. എന്തായാലും ശരി, ഈ കാര്യങ്ങൾ ഇനി മുന്നോട്ട് എങ്ങനെ ഈ പ്രതികൾ എന്ന് പറയുന്നവരെ
പരീക്ഷ എഴുതിക്കരുത് എന്നുള്ളതാണ് ആ പിതാവിൻ്റെ ആവശ്യം, നാട്ടുകാരുടെ ആവശ്യം. അത് ന്യായമായ ആവശ്യമാണ്. ഇവന്മാർ പോയി ഇനി പരീക്ഷ എഴുതി എന്ത് സമൂഹത്തിന് എന്ത് നൽകാനാണ് ഇവർ പോകുന്നത്? ഇത് തന്നെയല്ലേ ഇവർ ആവർത്തിക്കുന്നത്. അതുപോലെ തന്നെ ഈ 5 പ്രതികളും ഇവരെ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് 10ാം ക്ലാസ് വരെ അടിച്ച ചരിത്രമുണ്ട്. അതിപ്പോഴെല്ലാം ഓരോ ന്യൂസുകൾ ഓരോ മിനിറ്റിലും ഇതിൻ്റെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവരെ ഒരു ജുവനൈൽ കോടതിയിലല്ല ഇവരെ ശരിക്കും പ്രായപരിധിയുടെ ഒരു എക്സംഷൻ കിട്ടുന്നതുകൊണ്ട് മാത്രമാണ് ഇവർ അതുപോലും മുതലെടുക്കാൻ ശ്രമിക്കുന്നത്. കാര്യം ഇത് കൊന്നാൽ പോലും കേസ് വരുത്തില്ല എന്ന് പറയുന്ന തെളിവുകൾ. അതുപോലെ ഈ അവസാന നിമിഷമാണ് ഇവനിത് ഒരു പശ്ചാത്താപമൊന്നുമല്ല, ഇവൻ പെടുവോ എന്നുള്ളൊരു പേടി പ്രധാന പ്രതിയിൽ നിന്നുണ്ടായിരിക്കുന്നത്. ഇവർ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വാട്സപ്പിലുമൊക്കെ ഗ്രൂപ്പ് ഉണ്ടാക്കി ഈ പ്രതികാര നടപടി ഈ കുട്ടികളൊക്കെ ഇത്ര അധപതിച്ചു പോകുന്നല്ലോ. നമ്മുടെ സമൂഹത്തിൽ നാളെയുടെ സമ്പത്തുകളാണ് കുട്ടികൾ എന്നൊക്കെ പറയുമ്പം ഈ എന്ത് സമ്പത്താണ് ഇവർ സമൂഹത്തിന് ആകുന്നത്? നാശമാകുന്ന കുട്ടികളാണ്. ലഹരിയും മറ്റ് ഇതിപ്പോൾ ഒരു അടിപിടിയൊന്നുമില്ല. ഇവരിതൊക്കെ ലഹരി ഉപയോഗിച്ചുള്ള കാര്യങ്ങളിലേക്കാണ് ഇത് ഡിസ്കഷൻ ഉൾപ്പെടെ പോയിട്ടെന്നുള്ളത് നാട്ടുകാർ പറയുന്നുണ്ട് അന്നേരം മുതൽ. പക്ഷേ അതൊന്നും പോലീസ് ആ ഭാഗത്തേക്കൊന്നും തിരിഞ്ഞിട്ടില്ല. ഇപ്പോൾ പ്രതിയുടെ ഉപയോഗിച്ച ആയുധവും തെളിവ് ഉണ്ടാക്കുക എന്നുള്ളതാണ് അവരുടെ ആദ്യത്തെ നടപടി. അതേതായാലും ഇന്ന് ആ റൈറ്റ് ട്രാക്കിലാണ് പോലീസ് നീങ്ങിയിട്ടുള്ളത്. അത് നഞ്ചക്കെന്ന് കണ്ടെടുത്തു. അതുപോലെ പ്രധാന പ്രതിയുടെ അച്ഛൻ TP വധക്കേസിലെ പ്രതിയുമായി നിൽക്കുന്ന ഫോട്ടോ സഹിതം പ്രതികരിക്കുന്നു. ഇതാണ് ഈ പ്രതിയുമായി ഉള്ള കുടുംബ ബന്ധങ്ങൾ എന്ന് പറയുന്നത് ഇതാണ്. പിന്നെ ഒരു കൊട്ടേഷൻ സംഘത്തിലെ രക്ഷിതാവ് മകനെ ആ രീതിയിലായിരിക്കും ഉപദേശം കൊടുത്ത് വിടുന്നത്. അല്ലെങ്കിൽ നഞ്ചക്ക് എടുത്ത് കൊടുത്ത് വിട്ടത് ഈ കക്ഷിയായിരിക്കാം. ഒറ്റക്കെട്ടായി എന്നിട്ട് ഇതിന് ശക്തമായിട്ട് എതിർക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. സാമ്പത്തിക ഇവിടെ അന്വേഷിച്ച് കഴിഞ്ഞാൽ ആരോട് അന്വേഷിച്ച് കഴിഞ്ഞാലും അറിയാം, ഗൾഫ് ജീവിതം കുറച്ച് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അവിടെ ഒന്ന് എത്തായി ഇവരെ പിള്ളേരാകാൻ തന്നെ അവിടുന്ന് ഇട്ടച്ച് പോരേണ്ടി വന്നു. ജോലിയൊക്കെ പോയി, കൊറോണൻ്റെ സമയമായിരുന്നു, പിന്നെ പോകാൻ പറ്റിയിട്ടില്ല. പിന്നെ ഇവരെ ആളായി, ഇവരെ പഠിപ്പിക്കണം. പിന്നെ 4 പിള്ളേരാണ്. അപ്പോൾ അവര് ഇവിടെ ഈ കൊറോണ വന്നതിന് ശേഷം സത്യത്തിൽ ഗൾഫിലുള്ളവർ പോലും എത്രയോ കഷ്ടപ്പെട്ടാണ് മക്കളെ ഇന്ന് വളർത്തുന്നത്. അതിനോടൊപ്പം തന്നെ ഈ സാമ്പത്തിക പ്രതിസന്ധികളും ഗൾഫിലെ ജീവിതം കഴിഞ്ഞ് നാട്ടിൽ വന്ന് ഈ എങ്ങും കുട്ടികൾ എത്താത്ത രീതിയിൽ ഒരു പ്രതീക്ഷകളായിരുന്നു കുട്ടികൾ എല്ലാവരുടെയും. നാം എല്ലാവരുടെയും പ്രതീക്ഷയിലാണ് നമ്മുടെ മക്കൾ. പക്ഷേ അതിനെയൊക്കെ ഒരു നിമിഷം കൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള മാരക ആയുധം ഉപയോഗിച്ച് ഇതൊക്കെ ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ഫാമിലി, ക്രിമിനൽ പശ്ചാത്തലം തന്നെ കുട്ടികളുടെ ബാക്ക്ഗ്രൗണ്ട്, മുൻ വർഷങ്ങളിൽ ഇവർ ഉപദ്രവിച്ചത്, ഇതെല്ലാം വെച്ചിട്ട് ഇവരെ പരീക്ഷ എഴുതിക്കുന്നതിനോട് കുട്ടികളുടെ ഭാവി എന്നൊക്കെ നമ്മൾ ചിലരെങ്കിലും പറയുമായിരിക്കും. ഇവർ പഠിച്ച് വന്നാൽ ഏത് തരത്തിൽ ഇവർ പോയാലും ഇവരുടെ ക്യാരക്ടർ എത്രത്തോളം മാറുമെന്നുള്ളതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അതിപ്പോൾ ഏതായാലും സർക്കാരും പോലീസും നിയമമൊക്കെ ആയിട്ട് പോട്ടെ, അവർ പരീക്ഷ എഴുതിക്കണമെന്നുള്ളൂ. ഇപ്പം നാട്ടുകാർ തന്നെ പരീക്ഷ എഴുതിക്കരുതെന്നും പറഞ്ഞൊരു പ്രക്ഷോഭത്തിലേക്ക് പോകുന്ന സാഹചര്യം പോലും അവിടെ ഉണ്ടാകുന്നുണ്ട്. അല്ലേ? തീർച്ചയായും ഒരുപക്ഷെ എത്താനുള്ള സാധ്യതകൾ ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇതിന്റെ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട കൂടുതൽ ആളുകളിലേക്ക് അന്വേഷണം എത്താനുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ കഴിയില്ല. കാരണം 2 തവണയാണ് ഇതുമായി ബന്ധപ്പെട്ട സംഘർഷമുണ്ടായത്. ഒന്ന്, ഈ ട്യൂഷൻ ക്ലാസ്സിലുണ്ടായ സംഭവങ്ങളുടെ തുടർച്ചയായി കൂൾബാറിന് സമീപം വ്യാഴാഴ്ച വൈകുന്നേരം ആദ്യം വിദ്യാർത്ഥികൾ എത്തുന്നു. അവിടെ വെച്ച് ആദ്യ 1 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു സംഘർഷം ഉണ്ടാകുന്നു. അതിനുശേഷം പ്രമുഖമായ ഒരു മാളിന് മുന്നിലേക്ക് പട്ടണത്തിൽ തന്നെയുള്ളൊരു ഇത് ഞായറാഴ്ച നടന്ന സംഭവത്തിന് ശേഷം വ്യാഴാഴ്ചയാണ് ഈ സംഭവം നടക്കുന്നത്. വ്യാഴാഴ്ച തന്നെ ഇവർ ഒരു കൂട്ടുകാർ തമ്മിലുള്ള ഒരു ചെറിയൊരു മത്സരമൊന്നും അല്ലായിരുന്നു ഇനത്തിൽ. ഇവനെ എങ്ങനെയും വകവരുത്തണം എന്നുള്ള രീതി തന്നെയാണ് പ്ലാൻ ചെയ്തിട്ട്. ആദ്യം ഒരു കൂൾബാറിൻ്റെ ഒരു ബേക്കറിയുടെ മുന്നിൽ വെച്ചുണ്ടായ ഒരു സംഘർഷം ചെറിയ രീതിയിൽ ഉണ്ടാകുമ്പോൾ നാട്ടുകാരിടപെട്ട് അവരെ പറഞ്ഞു വിടുന്നു.
നാട്ടുകാർക്കല്ലേ ഇതെല്ലാം കാണുന്ന നാട്ടുകാർക്കും അവരും അച്ഛനും അവർക്കും മക്കളും കുട്ടികളും ഒക്കെ ഉള്ള ഇതല്ലേ സമൂഹത്തിലല്ലേ അവരവരെ പിന്തിരിപ്പിച്ചു വിടുന്നു. വീണ്ടും വൈകിട്ട് ഉച്ചയ്ക്ക് ശേഷമാണ് ഈ ക്രൂരമായ നടപടി ഈ പിള്ളേർ പോയിട്ടുള്ളത്. ഒരു മാളിന്റെ മുന്നിലേക്ക് പോവുകയും അവിടെ വെച്ചും സംഘർഷം ഉണ്ടാവുകയും ചെയ്യുന്നു. ഇതിൽ ഏത് സമയത്താണ് കൂടുതൽ പരിക്ക് പറ്റിയത് എന്നതിനെ കുറിച്ചൊരു കൃത്യമായ ചിത്രം ലഭിക്കണം. അതിന് ഈ സംഘർഷത്തിൽ ഉൾപ്പെട്ട കുട്ടികളെ അടക്കമുള്ളവരെ ചോദ്യം ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. ഈ കുട്ടികൾക്കൊക്കെ ഉള്ള ഈ നിയമങ്ങൾ ജുവനൈൽ ഈ പ്രായപരിധി തന്നെ കുറയ്ക്കണം. ഇപ്പോൾ ഈ ഹൈസ്കൂൾ തലത്തിലുള്ള കുട്ടികൾ മുതൽ ഇങ്ങനെ ക്രൈം ചെയ്യുമ്പം ഇവർ ഈ ശരിക്കും പറഞ്ഞ നിയമം നമ്മുടെ അടിമുടി മാറി എന്നൊക്കെ കുറേ മാറിയിട്ടുണ്ടെങ്കിൽ പോലും ഇനിയും എത്രത്തോളം മാറേണ്ടിയിരിക്കുന്നുള്ളതാണ് എൻ്റെ ഒരു ചിന്ത. ഉണ്ടായത് അതുകൊണ്ട് നെഞ്ചടക്കടക്കമുള്ള സാധന സാമഗ്രികൾ എവിടെ നിന്ന് കുട്ടികൾക്ക് കിട്ടി എന്നതിനെ കുറിച്ച് അന്വേഷിക്കും. പ്രത്യേകിച്ചും ഇത് ഓൺലൈനിൽ ഓർഡർ നൽകി വന്നതാണെന്നും അല്ലെങ്കിൽ മറുവശത്ത് മറ്റു ചില മുതിർന്നവരിൽ നിന്നും ഇത് വാങ്ങിയതാണെന്നും ഒക്കെയുള്ള എന്തായാലും ആ കുടുംബത്തിൻ്റെ വേദന, തീരാവേദന ഒരിക്കലും നമുക്ക് അടുത്ത ഒരു ഇതുപോലുള്ള ക്രൈമുകൾ വരുമ്പോൾ നമ്മുടെ മനസ്സുകളിൽ നിന്നൊക്കെ മായപ്പെടുമ്പോഴും ഒരു പിതാവിൻ്റെയും ഒരു കുടുംബത്തിൻ്റെയും ഒരു ഉമ്മയുടെയും മനസ്സിൽ നിന്ന് ഇതൊന്നും ഒരിക്കലും മായുന്നില്ല. ഞങ്ങളുടേതായ മാർഗങ്ങൾ ഉപയോഗിച്ചുള്ള അന്വേഷണം നടക്കും. പെട്ടെന്ന് ഇതിലുള്ളൊരു സാഹചര്യം ഉണ്ടല്ലോ, അന്നപ്പോൾ അങ്ങനെ ഉണ്ടായൊരു ഇതല്ല. ഇത്രയും ചാറ്റുകളൊക്കെ മുമ്പേ ഉണ്ടെങ്കിൽ ഇതൊരു ഒരു ഗൂഢാലോചന ഇതിൻ്റെ വയ്യിലുണ്ട്, അല്ലാണ്ട് ഇങ്ങനെ ചെയ്യാൻ കഴിയൂല. പറയുന്നുണ്ട്, ഒരു ഗൂഢാലോചന ഉള്ള മാതിരിയാണ് നമുക്കൊക്കെ തോന്നുന്നത്. എന്തായാലും ശരി, ഇത് ഗൂഢാലോചന ഉണ്ടെന്ന് നാക്ക് പോലും സംസാരിക്കാൻ പറ്റും പോലും പറ്റാത്ത സാഹചര്യം. ഇതിനകത്തിലെ ക്രൈം പശ്ചാത്തലം കാണുന്നുണ്ട്, ഗൂഢാലോചനയുണ്ട്. ഷഹബാസിൻ്റെ പേരെടുത്ത് ഈ ചാറ്റുകളിലൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഷഹബാസിനെ മാത്രം ഉദ്ദേശിച്ചാണോ ഇനിയുള്ള അന്വേഷണം ആ വഴിക്കാണ് നീങ്ങേണ്ടത്? ഷഹബാസിനെ മാത്രം ഉദ്ദേശിച്ചാണോ, അതെയോ മറ്റ് ഈ കൂടെ ഉണ്ടായിരുന്ന ഇവരുടെ ആരെങ്കിലും സുഹൃത്തുക്കളും മറ്റുള്ളവരെ ഇവർ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള നിരവധി കാര്യങ്ങൾ പുറത്തു വരേണ്ടതാണ്. ഇനിയും നമ്മുടെ മക്കളെ ഇങ്ങനെ കുരുതി കൊടുക്കുവാനുള്ള അവസരം ഉണ്ടാകരുത് എന്ന് ആത്മാർത്ഥമായി ആശിക്കുകയാണ്, ആഗ്രഹിക്കുകയാണ്. അതിനുള്ള ഈ കുട്ടികളുടെ ജുവനൈൽ ഈ ഏജ് തന്നെ കുറച്ചുകൊണ്ട് ഇവരെ എന്തിനാ ഒരു ഇത് പരിഗണന കൊടുക്കുന്നത്? ഇവർക്ക് ഇത്രയും വലിയ ക്രൈം ഗൂഢാലോചന നടത്തി ചെയ്യാമെന്നുണ്ടെങ്കിൽ ഇവരെ യഥാർത്ഥ ജയിലിൽ വിട്ട് ഇവരെ ശിക്ഷിക്കുന്ന ആ നിയമം മാറ്റി എഴുതപ്പെടേണ്ട സമയം ആയി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.